ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. എല്ലാ സാധനങ്ങളും നല്ല പൊടി പിടിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ തുടച്ച് തറയൊക്കെ കഴുകി തൂത്ത് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാണ് ഇനി എൻ്റെ ഡ്യൂട്ടി. ഇത് ശരിക്കും പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി എടുക്കുന്നതാണ്. അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. പഴയ പോലെ മടി പിടിച്ചിരിക്കുകയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കണ്ട് മോട്ടിവേഷനായി ന്യൂ ഇയർ സ്പെഷ്യൽ റൂം ക്ലീനിങ് നിങ്ങളും ചെയ്യട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പുതുവർഷം ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ സ്ഥാനമൊക്കെ ഞാനൊന്ന് മാറ്റി. ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ളതാണ് കേട്ടോ. ഓരോ സ്ഥാനം മാറ്റി അത് അപ്പോൾ നമുക്കൊരു പുതുമ കിട്ടും. അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഒരു ഫ്രഷ്നെസ് തോന്നും. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എനിക്ക് എന്താ ന്യൂ ഇയർ, എൻ്റെ ഫ്രണ്ട്സൊക്കെ നോക്കൂ പാർട്ടിക്ക് പോകുന്നു അങ്ങനെയൊക്കെ കരുതി ചിലർ സങ്കടപ്പെട്ടിരിക്കും അല്ലേ. അവർ കാശുള്ളതുകൊണ്ട് ചിലപ്പോൾ പാർട്ടിക്ക് പോകുന്നുണ്ടാവാം. പക്ഷെ അതേ സന്തോഷം നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ. ഈ സന്തോഷമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തന്നെ. ഈ റൂം ഡെക്കറേഷനൊന്നും അധികം കാശൊന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടും. അത് തന്നെയല്ലേ വലിയ കാര്യം. അതെ, നമുക്ക് സന്തോഷമായിരിക്കാൻ ഒരുപാട് വഴികളുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ വഴിയിലൂടെ ഈ ന്യൂ ഇയർ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാം. ഇതെൻ്റെ ഒരു മേക്കപ്പ് സ്റ്റാൻഡാണ്. ഇത് ഞാൻ ഹസ്ബൻഡിൻ്റെ പെർഫ്യൂമൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ടോ. അപ്പോൾ ആൾക്കും ഒരു സന്തോഷമാവും. ഈ ഇത്രയും പെർഫ്യൂമും ഇതിലങ്ങ് സ്റ്റോർ ആവും. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചീപ്പും വാച്ചും ഒക്കെ അറേഞ്ച് ചെയ്തു. ഹാമ്പറൊക്കെ പൊട്ടിച്ച് അതിൽ സാധനങ്ങളൊക്കെ മേശപ്പുറത്തേക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി ഹാമ്പർ ഇല്ലെന്ന് കരുതി വിഷമിക്കേണ്ട കേട്ടോ. നമുക്ക് പറ്റുന്നത് ഒരു നോട്ട്ബുക്ക് ആയാലും അത് മേടിച്ചാൽ മതി. അധികം കാശൊന്നും ആവത്തില്ലല്ലോ അല്ലേ, ഒരു ചെറിയ നോട്ട്ബുക്കൊക്കെ വാങ്ങിച്ച. ഈ ഒരു സൈഡിൽ ഞാൻ എൻ്റെ ഒരു റീഡിങ് കോർണർ പോലെ സെറ്റ് ചെയ്തു. ഇവിടെ തന്നെ ഇരുന്ന് ഡയറി എഴുതാനും ജേണൽ എഴുതാനും ഒക്കെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എൻ്റെ ബുക്സൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സ്റ്റഡി ടേബിളാണ്. ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ആ ബോക്സില്ലേ, അതിലേക്ക് എൻ്റെ വളകളെല്ലാം കൂടി ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. കംപ്ലീറ്റ് ഞാൻ പൊടി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് കഴുകി എടുത്തിട്ടുണ്ട് താറയും എല്ലാം ജനലും ഒക്കെ. ക്രിസ്മസിന് വാങ്ങിച്ച കുറച്ച് ക്യാൻഡിൽസ് ഒക്കെ, ലൈറ്റുള്ള LED ക്യാൻഡിൽസ് ഒക്കെ ഇവിടെ നമ്മൾ കത്തിച്ച് വെച്ചു. നല്ലൊരു ഭംഗിയാക്കി എടുത്തു കംപ്ലീറ്റ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇവിടെയും ലൈറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കലണ്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ കുറച്ച് കുപ്പികളെയൊക്കെ അവിടെ സൈഡിൽ ഒരു ഭംഗിക്ക് വെച്ചു. ഫുള്ളായിട്ട് ഹസ്ബൻഡിന് വിട്ടുകൊടുക്കാൻ ചെറിയ മടികളുണ്ട്. എൻ്റെ നെയിൽ പോളിഷൊക്കെ ഞാൻ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അത് ആർക്കും വിട്ടുകൊടുക്കരുത്. ശേഷം ഓരോ കുഞ്ഞു കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.